ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വസ്ത്രത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്നെ അതിർവിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ആമേൻ. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുക. അവൻ ചോദിച്ചതിനെ ദൈവം അവന് കൊടുത്തു. ആര്? യബ്ബേസ്. ആ പേരിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പേര് എഴുതി ചേർക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപേക്ഷിക്കുന്നതിനെ നൽകുന്ന ദൈവം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ആ പേരിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പേര് എഴുതി ചേർക്കുന്ന പകല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം ഓർപ്പിക്കുക. നമ്മുടെ പേരിനോട് കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, നീ അപേക്ഷിച്ചതിനെ ആമൻ നൽകുന്ന ഒരു ദൈവം, നീ ചോദിച്ചതിനെ നിനക്ക് നൽകുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ, ആവശ്യത്തോടെ, അപേക്ഷയോടെ, ആഗ്രഹത്തോടെ കടന്നു വന്ന് ഓരോ ദൈവ പൈതലിനോടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ചോദിച്ചതിനെ അപേക്ഷിച്ചതിനെ ആവശ്യപ്പെട്ടതിനെ ആഗ്രഹിച്ചതിനെ നൽകുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, ആ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാം. അനുദിന വൃത്താന്തം, ഓരോ ദിവസത്തിലുമുള്ള കാര്യങ്ങൾ. അതാണ് ആ പേരിൻ്റെ അർത്ഥം. ആ ദിനവൃത്താന്ത പുസ്തകം എന്ന ആ പുസ്തകത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ പ്രത്യേകത ഇസ്രായേൽ ചരിത്രം വിവരിക്കുകയാണ്. ശമൂവേലിൻ്റെ പുസ്തകങ്ങളും രാജാക്കന്മാരുടെ പുസ്തകങ്ങളും എല്ലാം ഇസ്രായേൽ ചരിത്രത്തെ വിവരിക്കുന്ന പുസ്തകങ്ങളാണ്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ പ്രത്യേകത അതൊരു പൗരോഹിത്യ വീക്ഷണത്തോടെ, ഒരു പൗരോഹിത്യ കാഴ്ചപ്പാടോടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ വിവരിക്കുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ദാവീദിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ശലോമോൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഈവൻ ദാവീദ് ആലയം പണിയുവാൻ വേണ്ടി അവൻ കൂട്ടിവെച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ പശ്ചാത്തലത്തിലേക്കും അതിൻ്റെ മറ്റ് വിവരണങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. എങ്കിലും അനുഗ്രഹിക്കപ്പെട്ട 2 പുസ്തകങ്ങളാണ് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വർഷം നമ്മെ നയിച്ച ഒരു ചിന്തയുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. അതിനൊരു മാറ്റവുമില്ല. സ്തോത്രം. അങ്ങനെ ധ്യാനിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ഭാഗമാണ് യബ്ബേസ്. യബ്ബേസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം വായിച്ചത്, അല്ലേ? സ്തോത്രം. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, ചോദിക്കുന്നതിനെ നൽകുന്ന ഒരു ദൈവമുണ്ട്. അവൻ അപേക്ഷിച്ചതിനെ അതേത് വിഷയമാകട്ടെ നൽകുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ 1 ദിനവൃത്താന്തം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ നമുക്കെല്ലാം ഇപ്പോൾ വായിക്കാൻ സാധ്യമല്ല. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത് വംശാവലികളെ കുറിച്ചാണ്. സ്തോത്രം. ഈ വായിച്ച 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. കണ്ടോ, യഹൂദയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. 1-ാം അധ്യായത്തിലും അങ്ങനെയാണ്. ആദാം, ഷേത്ത്, ഏനോഷ് തുടങ്ങി വംശാവലികളാണ്. 1 ദിനവൃത്താന്തം ശ്രദ്ധിക്കണമേ, 1-ാമത്തെ അധ്യായം മുതൽ 9-ാമത്തെ അധ്യായം വരെ യാക്കോബിൻ്റെ പുത്രന്മാരുടെ വംശാവലി, ഗോത്രപിതാക്കന്മാരുടെ വംശാവലി തുടങ്ങി വംശാവലികളുടെ നീണ്ട ഒരു ലിസ്റ്റാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കും ഇത്രയും പേര്, അല്ലേ? ഒത്തിരി പേരുകളാണ്, വായിച്ചാൽ മനസ്സിലാകാത്ത പോലെയുള്ള പേരുകളാണ്.
ഇതെന്തിനാ വചനത്തിൽ ഉൾപ്പെടുത്തിയേ? പേരുകൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അവൻ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. നമ്മുടെ പേരറിയുന്നൊരു ദൈവമുണ്ട്. വചനം അങ്ങനല്ലേ പറഞ്ഞ, പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. ആമേൻ. നല്ല ഇടയനാണ്. അവൻ ഓരോ ആടിനെയും അവൻ്റെ ശബ്ദം അറിയുന്നു, അവനെ അനുഗമിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ വന്നിരുന്നിട്ട് ആര് പറഞ്ഞില്ലെങ്കിലും ഇതറിയുന്ന ആരുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മുടെ പേരറിയുന്ന ദൈവമാ. നമുക്ക് പേരിട്ടത് അപ്പനും അമ്മയാകാം, അല്ലെങ്കിൽ മറ്റേറ്റവും പ്രിയപ്പെട്ടവരാകാം. പലരും അതിൻ്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടാവില്ല, ആരാന്നറിയുന്നില്ല. ആമേൻ, സ്തോത്രം. പക്ഷേ നമ്മുടെ പേരറിയുന്ന ഒരു ദൈവമുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ ആമേൻ 1-ാമത്തെ പുസ്തകം 1 മുതൽ 9 വരെ അധ്യായങ്ങൾ നിരവധി പേരുകളാണ്. അതിൻ്റെ ഇടയിൽ ഒരാളെ കുറിച്ച് പറയുക. ആരെക്കുറിച്ചാ? എത്ര അത്ഭുതമാണെന്ന് നോക്കണേ. ശ്രദ്ധിക്കണമേ, 1 മുതൽ 9 വരെ പേരുകൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇടയ്ക്കൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരാളെക്കുറിച്ച് പറയുക. ബൈബിളിൽ വേറെ എങ്ങും ഈ എബ്ബേസ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നില്ല. ഒന്ന് സ്തോത്രം ചെയ്യാമോ? എബ്ബേസ് എന്നൊരു സ്ഥലത്തെക്കുറിച്ച് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ പറയുന്നുണ്ട്, പക്ഷേ വ്യക്തികളെക്കുറിച്ച് വേറെ എബ്ബേസ് എന്നൊരു പേരില്ല. പക്ഷെ നമുക്ക് എബ്ബേസിനെ പറ്റി നന്നായിട്ട് അറിയാം അല്ലേ? എബ്ബേസിനെ കുറിച്ച് അറിയാം, വ്യസനപുത്രനാ. ആമേൻ, സ്തോത്രം. വ്യസനത്തിന് കാരണം, പക്ഷെ അവൻ്റെ പ്രത്യേകത, അവൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ അവൻ മാറ്റിമറിച്ചു. അവൻ്റെ ലേബൽ അവൻ മാറ്റിമറിച്ചു. അവൻ്റെ പേരവൻ മാറ്റിമറിച്ചു. അവൻ്റെ അവസ്ഥ അവൻ മാറ്റിമറിച്ചു. ഒറ്റ പ്രാർത്ഥന, സ്വർഗത്തിലെ ദൈവത്തോട് അവൻ കഴിച്ച തൻ്റെ ആ പ്രാർത്ഥന, അവൻ തൻ്റെ പേരിനെ മാറ്റിയെങ്കിൽ, അത് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി ചേർത്തെങ്കിൽ, വളരെ പ്രത്യേകതയോടെ അതിനെ നാം വായിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് പറയാൻ ആഗ്രഹിക്കുക. അവൻ ദൈവസന്നിധിയിൽ നീ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ ചരിത്രത്തെ മാറ്റാൻ കഴിയും, നിന്റെ പേരിനെ മാറ്റാൻ കഴിയും, നിന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയും, നിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയും. അതിന്റെ 1-ാമത്തെ വരി ഒന്ന് വായിച്ചോട്ടെ. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു. നോക്കണമേ, അവന്റെ തുടക്കം അവിടെ പറയുന്നുണ്ടല്ലേ. എന്തുവാ? ഞാൻ അവനെ വ്യസനത്തോടെ. അവന്റെ അമ്മ അവനെ കുറിച്ച് പറഞ്ഞ എന്താ? വ്യസനത്തോടെ. ഒറ്റ വാക്കിൽ പറഞ്ഞ വ്യസനഹേതു, വ്യസനപുത്രൻ. ഇങ്ങനെയൊക്കെ എബ്ബേസിനെ കുറിച്ച് അറിയപ്പെടുന്നത്. ഈ മനുഷ്യരെ സംബന്ധിച്ച് 3 പ്രത്യേകതകളാണ്. ഒന്ന്, ഭൂരിഭാഗം പേരും ഉള്ളത് ഇങ്ങനെയൊക്കെയാ, ഇതിലങ്ങ് സംതൃപ്തരാ. അസംതൃപ്തി ഉണ്ടെങ്കിലും സംതൃപ്തരാ. ചിലർ പറയുന്ന കേൾക്കാം, വിധിയാ. കേട്ടിട്ടില്ലേ? നമ്മൾ ആരും അനങ്ങാതെ ഇല്ലേ? ഇത് എൻ്റെ ജീവിതത്തിൽ പറയുന്നത്. നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലേ? നമ്മൾ കുറച്ച് പേരെല്ലാം ഉള്ളൂ. കേട്ടിട്ടില്ല? ഞാൻ കേട്ടിട്ടുണ്ട്. ചില ഇതങ്ങ് വിധിയാ, ഇതങ്ങ് അറ്റം വരെ അങ്ങ് അനുഭവിക്കുക. ചിലർ പറയുന്ന കേൾക്കാം, അവർ വിധിന്ന് മാത്രമല്ല, പിന്നെ അങ്ങ് പിറുപിറുക്കും ദൈവത്തോടും മനുഷ്യരോടും അല്ലേ? പക്ഷെ ഇതിൻ്റെ അകത്ത് വ്യത്യസ്തനായ എബ്ബേസ്. ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം പേരും പറയും സാറ്റിസ്ഫൈഡ്, ഞങ്ങൾക്ക് ഓക്കെയാ, കുഴപ്പമില്ല. ചിലർ പറയും വിധി, ഫെയ്റ്റ്, ഇത് അവസ്ഥയായിപ്പോയി. ചിലർ കംപ്ലൈന്റ് പറയും. ഇത് 90% പേരും. പക്ഷെ എബ്ബേസിന്റെ പ്രത്യേകത, അവന്റെ തുടക്കം വ്യസന കാരണമായിരുന്നെങ്കിലും, ജീവിതത്തിൽ വ്യസനമായിരുന്നെങ്കിലും, അവന്റെ ഒടുക്കം, അവന്റെ ചരിത്രം അവൻ ലോകത്തിന് പഠിക്കാൻ, ദൈവജനത്തിന് പഠിക്കാൻ, ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഒരു വലിയ പാഠം പകർന്നു തകർന്ന അവനൊരു പുസ്തകമാ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം. അവനവന്റെ ചരിത്രത്തെ മാറ്റി. ഇന്ന് പകൽ എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. ദൈവവേദിയിലെ ഒറ്റ പ്രാർത്ഥന വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. ദൈവം അവനെ മാറ്റി. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആദ്യത്തെ വരി എന്താ? യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി. യബ്ബേസിനെ കുറിച്ച് ആദ്യത്തെ പദം പറയുക. അവൻ ആരായിരുന്നു? ഏറ്റവും മാന്യൻ. അവന്റെ തുടക്കം അങ്ങനായിരുന്നോ? അല്ല, അല്ല.
ഈ മാന്യരായിട്ട് ആരെങ്കിലും ജനിക്കുന്നുണ്ടോ? ജനിക്കുമ്പോഴേ ആരെങ്കിലും മാന്യരുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ വലിയ മാന്യതയുള്ള കുടുംബത്തിൽ ജനിച്ചാലും മാന്യതയില്ലാതെ നടക്കുന്ന എത്രയോ പേരെ കുറിച്ച് നമ്മൾ കേട്ടോണ്ട് ഇല്ലേ? ജന്മം കൊണ്ട് മാന്യരാകാൻ പറ്റത്തില്ല, പക്ഷെ ജീവിതം കൊണ്ട് എന്താകാം? ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവവൈതലേ, നിന്നെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും എന്ത് എഴുതി വെച്ചാലും സ്തോത്രം, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട് കേട്ടോ. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് പറയാൻ ചിലതുണ്ട്. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുക, ഇതാണ് എന്നെ പറ്റിയുള്ള ലേബൽ, ഇതുകൊണ്ട് കഴിഞ്ഞു. അല്ല, ഇവിടെ വചനം പറയുകയാ. അവൻ എബ്ബേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വചനം പറയുക, ആദ്യത്തെ ഹെഡിങ്, ആദ്യത്തെ കാര്യം പറയുകയാ, അവൻ അവന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അവന്റെ സഹോദരന്മാരെല്ലാം ആരായിപ്പോയി? തരികിടകളായിപ്പോയി. അവന്റെ കുടുംബങ്ങളെല്ലാം അങ്ങനെ ആയിപ്പോയി. പക്ഷേ അതിന്റെ നടുവിൽ ഒരുത്തൻ അവരെക്കാൾ ഏറ്റവും മാന്യൻ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ ദൂത് കൈമാറാൻ ആഗ്രഹിക്കുക. ദൈവം എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തത് ഒരു പട്ടണത്തിന് നടുവിൽ, ഒരു കുടുംബത്തിന് നടുവിൽ, സഹോദരങ്ങളുടെ നടുവിൽ തിരഞ്ഞെടുത്തത് ഒരു നല്ലൊരു അഡ്രസ് തരാനാ, നല്ലൊരു പേര് തരാനാ, നല്ലൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയാ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അല്ലാതെ അവൻ നമ്മുടെ അവസ്ഥയിൽ പരിതപിക്കാനല്ല, കരയാനല്ല, വിലപിക്കാനല്ല, പിറുപിറുക്കാനല്ല. നമ്മൾ കണ്ടെത്തുന്നതല്ല നമ്മളെ കുറിച്ചുള്ള കൺക്ലൂഷൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം ദൈവത്താൽ ബഹുമാനിക്കപ്പെടുക, അല്ലെങ്കിൽ ദൈവത്തെ. അവൻ ഇവിടെ എബ്ബേസിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് ആരാ? ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അല്ലേ? എബ്ബേസിനെ പറ്റി പറയാം. അവൻ വചനം പരിശോധിച്ചാൽ അങ്ങനെ ഒത്തിരി പേരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സ്തോത്രം, മോശയെക്കുറിച്ച് യോശുവയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ ദൈവം യോശുവയോട് പറയുക, എൻ്റെ ദാസനായ മോശ മരിച്ചു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ മക്കളാ, അവകാശികളാ, ദൈവത്തിന്റെ ദാസന്മാരാ, ദൈവത്തിന്റെ ദാസിമാരാ? മറക്കല്ലേ, മറക്കല്ലേ, മറക്കല്ലേ. ഹല്ലേലൂയ. കാലേബിനെ കുറിച്ച് പറയുന്നത് എന്താ? എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട് ദൈവത്തോട് പറ്റി നിന്നു. അപ്പോൾ നമ്മുടെ സ്വഭാവത്തെ, നമ്മെ ആരാണെന്ന് നന്നായി അറിയുന്ന ആരുണ്ട്? ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ വിളി കേട്ട് എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ, അവൻ ഏത് സ്ഥലത്തേക്ക് പോകുന്നു എന്നറിയാതെ, അവൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും കുടുംബത്തെയും സകലത്തെയും വിട്ടിറങ്ങിയ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എന്താ? എൻ്റെ സ്നേഹിതനായ അബ്രഹാമേ, യാക്കോബ്. അവൻ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയായ യാക്കോബേ. അബ്രഹാമിനെ എങ്ങനെ വിളിക്കുന്നേ? ഇന്ന് പകൽ നമ്മെ ഒന്ന് പരിശോധിക്കാമോ? ദൈവം നമ്മൾ എങ്ങനെ വിളിക്കുന്നേ? ഹലോ, ദൈവം നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട് കേട്ടോ. അവൻ അത് ഏതുമാകട്ടെ, അത് ചിലപ്പോൾ സ്നേഹിതനെന്നാകാം, അവൻ കാലേബിനെ പോലെ നല്ല സ്വഭാവമുള്ളവനെന്നാകാം, അവൻ എബ്ബേസിനെ പോലെ പറയുന്നവരാകാം, അവൻ എനിക്ക് മാന്യനാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, ദൈവം നമ്മെ അഡ്രസ് ചെയ്യത്തക്കവണ്ണം ദൈവത്തിന്റെ മക്കളായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ എബ്ബേസിനെ കുറിച്ച് പറയുകയാ, എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഇന്ന് പകൽ അവിടെ നിന്നൊരു ദൂത് കൂടെ പറഞ്ഞ് ആമൻ ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. വചനം പറയുന്നു, ആമൻ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ നിന്റെ അകത്തൊരാഗ്രഹം വേണം. നീ ആയിരിക്കുന്ന സഭയിൽ, നീ ആയിരിക്കുന്ന കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന ദേശത്ത്, ആമൻ നിന്റെ കുടുംബാംഗങ്ങളുടെ നടുവിൽ നീ അനുഗ്രഹിക്കപ്പെടണമെന്നും ഉയരപ്പെടണമെന്നും ഒരാഗ്രഹം വേണം. ഫസ്റ്റ് ആഗ്രഹം. അവൻ എനിക്കിങ്ങനെ അറിയാം, നമ്മൾക്ക് അറിയാവുന്നൊരു പൈതല, ഞാൻ ഒരു പേര് പറയുന്നില്ല. അവൻ പോയി ഒരു ചർച്ചിൽ പാട്ട് പാടി, പാടുന്ന പാട്ട് ഉയരെ 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 പറക്കണം, ഉയരെ 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 പറക്കണം. കീഴെ കീഴെ കീഴൊന്നല്ല, ഉയരെ ഉയരെ ഉയരെ. ആ ചർച്ച അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. സ്വാതന്ത്ര്യം ചെയ്യാമോ? മെഗാ ചർച്ചായി. അവൻ ഞാനൊരു കാര്യം അവൻ പരിശുദ്ധാത്മാവിൽ പറയാ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെറുതാകട്ടെ, അവൻ വലുതാകട്ടെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നാം തയ്യാറായാൽ അവൻ ദൈവം നമ്മെ നിശ്ചയമായി ഉയർത്തും.
അപ്പൊ എബേസിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഞാൻ അവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം, ദൈവത്താൽ മാനിക്കപ്പെടുക. ദൈവം നമുക്കൊരു പേരിടാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പണമല്ല, ജോലിയല്ല, മറ്റുള്ളവർ പിടിച്ച് കസേര ഇരുത്തുന്നതല്ല. അവരങ്ങോട്ട് മാറി ആ കസേര വലിക്കാനുള്ള പരിപാടി നോക്കും. ദൈവം നമ്മളെ മാനിക്കണം. സഹോദരന്മാരോ മക്കളോ പ്രിയപ്പെട്ടവരോ ഒന്നും മാനിച്ചിട്ട് ഒരു കാര്യമില്ല. അവരാരും മാനിച്ചില്ലെങ്കിലും യബ്ബേസിനെ കുറിച്ച് വചനം പറയുന്നു, അവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ. സ്തോത്രം. അവന്റെ തുടക്കത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അവൻ വേഗത്തിൽ അടുത്ത വാക്യം വായിക്കാം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. നോക്കണമേ, അവിടെ നിർത്താം. അവന്റെ തുടക്കത്തെ ഞാൻ പറഞ്ഞല്ലോ. അവന്റെ അമ്മ വ്യസനത്തോടുകൂടി അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യബ്ബേസ് എന്ന് പേരിട്ടു. അടുത്ത പദമാണ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നത്. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്. അപ്പൊ ആരോടാ താൻ പറഞ്ഞത്? ഇപ്പൊ നമ്മളൊക്കെ എന്തോ പറയാം, നമ്മളൊക്കെ ആദ്യം കുറ്റം പറയുന്ന അപ്പനെ അമ്മയെ. ഏറ്റവും എളുപ്പം അതല്ലേ? എന്ത് വന്നാലും ഇപ്പം എൻ്റെ പപ്പ ആ സ്കൂളിൽ വിട്ടോണ്ട് ഇച്ചിരി നല്ല സ്കൂളിൽ വിട്ടായിരുന്നെങ്കിൽ, എൻ്റെ പപ്പ എന്നെ അങ്ങനെ ഇച്ചിരിയും കൂടെ ഒക്കെ നന്നായിട്ട് നമുക്കൊരു ഗൈഡ് ചെയ്തായിരുന്നല്ലേ. എൻ്റെയൊക്കെ ഏറ്റവും വിഷമം അതാ, നല്ല ഗൈഡൻസ് കിട്ടത്തില്ല. മറ്റു പലരൊക്കെ ഇങ്ങനെ വേറെ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഗൈഡ് ചെയ്യാൻ ആളുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രോപ്പർ നമുക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു. ഇനി ഞാൻ ദൈവത്തിൽ ഒത്തിരി സന്തോഷിക്കുന്നു. അവൻ ഈ വചനം എടുക്കാൻ എൻ്റെ അപ്പനെ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. അവൻ ഒരു ബൈബിൾ മേടിച്ചെന്നിട്ട് എന്നെ ബൈബിൾ കോളേജിലൂടെ അവസാനം വരെ കാത്തോണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്നെ വിട്ടത്. അവൻ സ്തോത്രം. ആ മാതാപിതാക്കളാണ് ഇന്ന് ഞാൻ വചന ശുശ്രൂഷയിൽ നിൽക്കാൻ കാരണക്കാരവരാണ്. ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും ഒരു വിഷയമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നത് ആരെയായിരിക്കും? അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പങ്കാളിയായിരിക്കും, അല്ലേ? നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോയല്ലോ, ഭയങ്കര സൈലൻ്റായി. പക്ഷേ ഒരു എക്സാമ്പിൾ ഞാൻ വചനത്തിൽ നിന്ന് പറയാം. നമ്മുടെ അവസ്ഥ മാറണോ, നമ്മൾ ദൈവത്തോട് പറയണം. ഒരു ശക്തിയോട് ഹല്ലേലൂയ പറയണോ? നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? നമ്മുടെ അവസ്ഥ മാറണോ? നമുക്ക് വിടുതൽ സംഭവിക്കണമോ? നമുക്ക് മറുപടി ഉണ്ടാകണമോ? നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ദൈവത്തോട്, കർത്താവേ ഞാൻ ഇത് പറഞ്ഞു, ഞാൻ ഇത് കേട്ടു, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ദൈവത്തോട് പറയുന്നത്. പക്ഷെ ദൈവം അവൻ യബ്ബേസിന്റെ വലിയൊരു ഗുണം, എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം, ഈ മാതാവിന് അതിനകത്ത് റോളുണ്ട് കേട്ടോ. അവൻ ജനിച്ചപ്പോഴെന്തുവാ? വ്യസനഹേതു, വ്യസനപുത്രൻ, വ്യസനം ഇത് തന്നെ അവനെ വിളിക്കുന്നത്. പക്ഷെ അവൻ നേരെ ആരുടെ അടുത്തോട്ട് പോയി? അപ്പനോട് പോയി. അമ്മയോട് പറയാൻ പറ്റില്ല. സഹോദരന്മാരാകെ പോയി കിടക്കുക, അറിയത്തില്ല. അവരെടുത്ത് ആരോട് പോയി? അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ദൈവജനത്തോട് വളരെ ഹൃദയംഗമായി ഈ ദൂത് പങ്കുവെക്കട്ടെ. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് വൈഷമ്യ മണ്ഡലങ്ങളിലും നീ ദൈവത്തോട് പറയണം. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നമുക്കറിയാം മോശയെക്കുറിച്ച്, അല്ലേ? മോശയെ വളർത്താൻ അവൻ്റെ അമ്മയ്ക്കും അപ്പനും എത്ര മാസം കിട്ടി? ആദ്യത്തെ 3 മാസം അവനെ ഒളിപ്പിച്ചൊക്കെ വെച്ചു, അല്ലേ? 3 മാസം കഴിഞ്ഞപ്പം പ്രശ്നമാണ്. വീട്ടിനകത്ത് സൗണ്ട് കേൾക്കും, അല്ലേ? അപ്പോൾ അവനെ ഞങ്ങണയിലാക്കി, അവൻ നൈൽ നദിയിൽ ഒഴുക്കി, ഫറവോൻ്റെ പുത്രിക്ക് കിട്ടി, പിന്നെയും അവളുടെ കയ്യിൽ മടക്കി കിട്ടി, അല്ലേ? അതെത്ര നാൾ വരെ? മുലകുടി മാറും വരെ അമ്മയുടെ കൂടെ. പിന്നെ അങ്ങ് ഫറവോൻ്റെ കൊട്ടാരത്തില് നീണ്ട 40 സംവത്സരം എവിടെയാ? പിന്നെ അത് കഴിഞ്ഞൊരു 40 സംവത്സരം എവിടെയാ? മരുഭൂമിയിൽ. 80-ാം വയസ്സിലാണ് തിരിച്ചു വരുന്നത്. 80-ാം വയസ്സിൽ ഹോരേബിൽ താനൊരു കാഴ്ച കണ്ടു, മുൾപ്പടർപ്പ് കത്തുന്നത്. അതാരാണെന്നറിയാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു, ഞാൻ യഹോവയാ, ഞാനാകുന്നു ഞാനാ. അവന് മനസ്സിലായി, ഞാൻ ദൈവത്തിൻ്റെ. ഇത് എവിടെ കിട്ടി? കുഞ്ഞായിരുന്നപ്പോൾ, അല്ലേ? അവനെ ലഭിച്ചപ്പോൾ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, ശിശു സുന്ദരനെന്ന് കണ്ടു. മക്കളെ കണ്ട് അവൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ദൈവം തന്ന ദാനമാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും?
കുഞ്ഞായിട്ട് കിട്ടുമ്പോൾ, പൊടിയായിട്ട് കിട്ടുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ കരത്തിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് പറയണം, മോനെ, ജീവനുള്ളൊരു ദൈവമുണ്ട്. അവനാ നിന്നെ രക്ഷിക്കുന്നത്, അവനാ നിന്നെ സഹായിക്കുന്നത്, അവനാ നിന്നെ കരുതുന്നത്. അവന്റെ അകത്തേക്ക് ദൈവത്തെ കൊടുത്താൽ 10 അല്ല 20 അല്ല 30 അല്ല 40 വർഷം കഴിഞ്ഞാലും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളവനാണെങ്കിൽ അവൻ എത്ര വിദൂരതയിൽ പോയാലും അവൻ മടങ്ങി വരും. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ പറയാമോ? നമ്മൾ ഹോർലിക്സ് കൊടുക്കാനും സിർലാക്ക് കൊടുക്കാനും പിന്നെ പേരൊക്കെ അതെല്ലാം നമ്മൾ കൊടുക്കുക, നല്ല കാര്യമാണ്, വേണ്ടാന്നല്ല. പക്ഷെ ദൈവത്തെ കൊടുത്തിരിക്കണം. മോശയുടെ അകത്ത് അവന്റെ മാതാപിതാക്കൾ ദൈവത്തെ കൊടുത്തത് കൊണ്ട്, ഹല്ലേലൂയ, അവൻ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവനെ മടക്കി കൊണ്ടുവന്ന് ആമൻ ലക്ഷത്തിലധികം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചു. ഇവിടെ യബ്ബേസിന്റെ അമ്മ നിശ്ചയമായി അവന്റെ അകത്തേക്ക് ആരെ കൊടുത്തു? ദൈവത്തെ. മോനെ, നിന്റെ അവസ്ഥ ഇതാ, എന്താ കാരണമെന്നൊന്നും ഒരു വേദപഠിതാക്കളും പറയുന്നൊന്നുമില്ല. ഞാനും എനിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷെ വ്യസനപുത്രൻ, അവന്റെ പേര് വ്യസനപുത്രൻ. പക്ഷെ അവനോട് പറഞ്ഞു, മോനെ, ഒരു ദൈവമുണ്ട്. എന്താ ഇസ്രായേലിന്റെ പുത്രൻ? അവരെ കനാൻ നാട്ടിലേക്ക് യോശുവയുടെ നേതൃത്വത്തിൽ കയറിയപ്പോൾ ഓരോ ഗോത്രത്തിനും അവകാശങ്ങൾ കൊടുത്തു, ഓരോ ഗോത്രത്തിനും ഓഹരികൾ കൊടുത്തു. ഓഹരികൾ കൊടുത്തിട്ട് അവരെ വിഭജിച്ച് ഓരോ സ്ഥലത്താക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കനാന്യരെ, മറ്റു ജാതികളെ അവിടുന്ന് നീക്കിക്കളഞ്ഞ് പാർക്കണം. പലരും നീക്കിക്കളഞ്ഞില്ല, പലരും അവരെ മാറ്റിയില്ല, അവരോട് ഇടകലർന്ന് ചേർന്ന് ജീവിച്ചു. കുഴപ്പമില്ലെന്ന് കരുതി. അവസാനം എന്തായി? പല ഗോത്രത്തിനെയും തിക്കിത്തള്ളി അങ്ങ് മലമുകളിൽ കയറ്റി, ജീവിക്കാൻ കഴിയാതെയായി. പക്ഷെ അതിൻ്റെ നടുവിൽ നിന്നും ഒരു ഗോത്രത്തിൽ യബ്ബേസ് ദൈവത്തോട് പറയുക, എനിക്ക് ഈ അവസ്ഥ പോരാ, ഈ സാഹചര്യം പോരാ, ഈ അതിർ പോരാ, എനിക്ക് വിശാലത വേണം. ഇന്ന് പകലിൽ പ്രിയ ദൈവമേ, നിന്റെ വലത്തും ഇടത്തും ഇരിക്കുന്ന ആള് ചോദിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ എന്നുള്ളത് നിന്റെ വിഷയമാകണ്ട. നിനക്ക് ദൈവത്തോട് പറയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ എപ്പോഴാ അപേക്ഷിച്ചാലല്ല തരാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം എന്താ? യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. എന്നാൽ പിന്നെ ചുമ്മാതെ ഞാനങ്ങ് തരാമെന്ന് പറഞ്ഞുകൂടായിരുന്നോ? നമ്മെ നന്നായി അറിയും ദൈവമല്ലേ? അല്ലയോ അരുൺ ബ്രദറെ? അല്ലേ? പക്ഷെ വചനം പറയാം, അല്ല, യാചിക്കണം, വല്ലാതെ യാചിക്കരുത്, ജൽപ്പനം പാടില്ല. രഹസ്യത്തിൽ കാണണം പിതാവിനെ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് ഞാൻ നിങ്ങൾ കൈമാറുകയാ. ജീവിതത്തിൽ ഏത് അവസ്ഥയാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, ഏത് ചോദിച്ചിട്ടുമാകട്ടെ, ദൈവത്തോട് ചോദിക്കണം. ഇസ്രായേലിന്റെ ദൈവത്തോട്. അടുത്തൊരു തലമുറയിലേക്ക് ദൈവത്തെ കൊടുക്കണം കേട്ടോ. നമുക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ്. വേറെ ഒന്നും അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല കഴിവുകളും നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും ഒക്കെ മേടിച്ചു കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ പറയാം, ദൈവത്തെ നീ അവർക്ക് കൊടുത്തില്ലെങ്കിൽ, ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് അവരുടെ കാഴ്ചപ്പാട് നയിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഒന്ന്, ദൈവത്താൽ മാനിക്കപ്പെടും. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. 2, ദൈവത്തെങ്കിലേക്ക് തിരിയുക. മൂന്നാമത്തെ ഒരു കാര്യം, ദൈവത്താൽ വിശാലത പ്രാപിക്കുക. അതിനെ തുടർന്നുള്ള വാക്യം വായിക്കാം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ ദൈവത്തോട് അപേക്ഷിച്ച അപേക്ഷയാ. സ്തോത്രം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. നല്ലൊരു പദമാണ് അല്ലേ? യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ ആത്മാർത്ഥതയോട് ചോദിക്കട്ടെ, നമ്മുടെ വിഷയങ്ങളെ നമുക്ക് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് തന്നെ പറയാം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കാൻ. ഒരു ഉപമ പറഞ്ഞു അല്ലേ? ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. വല്ലപ്പോഴും പ്രാർത്ഥിച്ചാൽ പോരാ, വല്ലപ്പോഴും മുട്ടിയാൽ പോരാ, വല്ലപ്പോഴും ഒന്ന് പറഞ്ഞാൽ പോരാ, ആവേശം കയറുമ്പോൾ പറഞ്ഞാൽ പോരാ. അല്ല, എനിക്കിതിന് മറുപടി വേണം, എനിക്കിതിന് ഉത്തരം വേണം. അങ്ങനെ പറയണം. നിശ്ചയമായി അനുഗ്രഹിക്കണം.
എൻ്റെ അതിർ വിസ്താരമാക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൂത് അതാണ് കേട്ടോ. നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? അവൻ അതിരുകളെ വിശാലമാക്കുന്ന ദൈവം, അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. ഇന്ന് പകൽ ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. ആമൻ അതിരുകളെ വിശാലം, എൻ്റെ അതിരിനെ വിസ്താരമാക്കി. ആമൻ സ്തോത്രം. നിന്റെ കരം എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു അപേക്ഷിച്ചു. എബേസ് പറഞ്ഞ ആ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. താൻ ഇങ്ങനെ അതിർ വിസ്താരമാക്കിയതിനു ശേഷം താൻ പറയുക, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരരുത്. അനർത്ഥം വരാം കേട്ടോ. അവിടെ അതാ പറഞ്ഞേക്കുന്നത്. അവൻ ദൈവം വിശാലതയിലേക്കും നന്മയിലേക്കിലും ഒക്കെ നടത്തിയാലും നമ്മെ ക്ലേശിപ്പിക്കുന്ന വിഷയങ്ങൾ വരാം. പക്ഷെ ദൈവത്തോട് നമുക്ക് പറയാം, അത് വ്യസന കാരണമാകരുത്, അത് പ്രതികൂലമാകരുത്, അത് അനർത്ഥമായി തീരരുത്, പരിണമിക്കരുത്. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. വചനം പറയുന്നു, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇന്ന് പകൽ ദൈവവചനത്തിന്റെ മുൻപാകെ എത്ര പേർക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും? ദൈവത്തിന്റെ വചനം പറയുക, നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്നൊരു ദൈവം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഈ ദൂത് സഭയ്ക്കായി കൈമാറുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ദൂത് ഞാൻ പങ്കുവെക്കുകയാണ്. ദൈവം അതിർത്തികളെ വിശാലമാക്കാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ ദൈവജനത്തിന്റെ ദൈവസഭയുടെ അതിർത്തികളെ വിശാലമാക്കാൻ പോകുകയാണ്. എന്ത് തന്നെ ആകട്ടെ, ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയും. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിശ്ചയമായും അതിരിനെ വിസ്താരമാക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകും. ഒരു വലിയ കൊയ്ത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.